വചനം ധ്യാനിക്കുന്നവർക്കറിയാം, ഹാഗർ മിസ്രൈമിയ ദാസിയായിരുന്നു. 13-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവര് 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ പഠിക്കുമ്പോൾ ഇവര് ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി. അപ്പോൾ കൂടെ കൂട്ടിയതാന്ന് ഈ ഹാഗറിനെ. അങ്ങനെ ഹാഗറിനെ കൂടെ കൊണ്ടുവന്നു. അബ്രഹാമിൻ്റെ വീട്ടിൽ വേറെയും ധാരാളം ആൾക്കാരുണ്ട്. സുഭിക്ഷമായ ജീവിതം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം 13-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം സമ്പന്നനായിരുന്നു. അപ്പം മറ്റ് ക്ലേശങ്ങളൊന്നും വേശുന്നില്ല. വളരെ സന്തോഷത്തോടെ ഹാഗറും അബ്രഹാമിൻ്റെ വീട്ടിൽ പാർത്തു. 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സന്തതിയെ ഞാൻ തരും. പക്ഷേ സഹിഷ്ണുതയില്ലാഞ്ഞത് കൊണ്ടായിരിക്കാം സാറയുടെ നിർബന്ധപ്രകാരം അബ്രഹാം ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു. തന്നിമിത്തം അബ്രഹാമിന്, ഹാഗറിനെ പറ്റി എഴുതിയിരിക്കുന്നത് ദാസിയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സാറ ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തുന്ന അനുവാദത്തോടെ. അങ്ങനെ അവര് ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് ഹാഗറിന് തലമുറയുണ്ടായി. അപ്പോൾ അവിടെ ഒരു പ്രയോഗം എടുത്തിരിക്കുന്നത്, ഹാഗർ ഗർഭവതിയായപ്പോൾ, അല്ലെങ്കിൽ അമ്മൻ്റെ ഭാര്യയായിട്ട് തീർന്നപ്പോൾ, പിന്നെ ഈ ദാസി യജമാനത്തിയോട് യുദ്ധം തുടങ്ങി. അങ്ങനെയാണ് വായിക്കുന്നത്. ഇവർ തമ്മിൽ പിന്നെ പഴയ ഭാഷപ്രകാരം പറഞ്ഞാൽ രണ്ടും കൂടെ കൊമ്പ് കോർക്കാൻ തുടങ്ങി, ഹാഗറും സാറയും കൂടെ. അപ്പോൾ സാറ അബ്രാമിനോട് പറഞ്ഞു, ദാസി എന്നോട് കാഠിന്യം തുടങ്ങി, നീ ആ ഉത്തരവാദി. അപ്പോൾ അബ്രാം പറഞ്ഞു, അവൾ നിൻ്റെ കയ്യിലിരിക്കുക, നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യണം. അവിടെ ഒരു പ്രയോഗം എഴുതിയിരിക്കുന്നത്, യജമാനത്തി പിന്നെ അവക്ക് നിന്ദിതയായി തീർന്നു. നിങ്ങളാണ് 16-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് അത് ഓൺ ചെയ്യണം. അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നവൾ, ഹാഗറിന്റെ അടുക്കൽ ചെന്നവൾ ഗർഭവതിയായി. ഗർഭം ധരിച്ച് നമ്മൾ കണ്ടപ്പോൾ യജമാനത്തി അവളോട് അവളുടെ കണ്ണിന് നിന്ദിതയായി. യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. കണ്ടോ, ഇവള് ദാസിയായിട്ടാ വീട്ടിൽ പാർത്തതാ. യജമാനത്തി നിമിത്തമായിപ്പോ ഇവള് ഭാര്യയുടെ പദവി ലഭിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി ഉദരത്തിനുരുവായി. അപ്പൊ എൻ്റെ ഭാഷ പറഞ്ഞ സഹായം ചെയ്തവളോട് ഇപ്പൊ പോര് തുടങ്ങി. ഈ മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ. നമുക്ക് ഉപകാരം ചെയ്തവരോടൊന്നും നമ്മൾ കയറി കൊമ്പ് കോർക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു മുട്ടായി ആയിരിക്കും തന്നിരിക്കുന്നത്, നന്ദി വേണം, വേണ്ടേ? ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ആയിരിക്കും തന്നിരിക്കുന്നത്, അത് വളരെ വിലപ്പെട്ടതാ, നന്ദി വേണം. പേർഷ്യയെ പോയിച്ച് വന്നപ്പോൾ നിങ്ങൾക്കൊരു സോപ്പ് തന്നു, നന്ദി വേണം. നന്ദി ഇല്ലാത്ത ഈ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നന്ദി. അതേസമയം നിങ്ങൾ ആ നായയെ നോക്കിക്കേ. നായയുടെ പ്രത്യേകത, ഇച്ചിരി ചോറ് കൊടുത്താലും ഒത്തിരി ചോറ് കൊടുത്താലും പാലാട്ടും. ആഹാരമേ, ഒരു കഷണം ഇറച്ചിയും ഒരല്പ ചോറ് നായിക്ക് കൊടുത്തുള്ളൂ. അത് കഴിച്ച ചോട്ടത്ത് പിന്നെ ഇങ്ങനെ വാലാട്ടി യജമാനെ നോക്കി. നിങ്ങൾ ആരും പട്ടിയൊന്നും കണ്ടിട്ടില്ല അല്ലയോ? ഇനി യഥേഷ്ടം അതിന് കൊടുത്താലും കഴിച്ചത് നായുടെ നന്ദി പോലുമില്ലാത്ത ബാക്കി ഞാൻ പറയുന്നില്ല. ഇവൾ ഈ വീട്ടിൽ ദാസിയായിട്ട് ജീവിച്ചവളാണ്. അപ്പൊ ഹാഗറായി ഇവൾക്ക് ഈ പദവി, സാറായ ഈ പദവി
കൊടുത്തത്. അപ്പം സാറായോട്ട് ബഹുമാനവും ആദരവും വേണ്ടേ? കൊച്ചമ്മ ഞാൻ ഇനി എന്തോ ചെയ്യണം? കൊച്ചമ്മ നിമിത്തം അച്ചായൻ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ തീർന്നത്. എനിക്കിപ്പോൾ ഒരു കുഞ്ഞു തരത്തിലൊരുവായി. ഞാൻ എന്തോ ചെയ്യണം? അത് കൂടെ കൂടെ ചെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ബഹുമാനം വേണ്ടേ? ആദരവ് വേണ്ടേ? ഇവള് നേരെ ഉടക്കുക. ഈ വേദപുസ്തകത്തിലെ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. 3 നിമിത്തം വിറയ്ക്കുന്നു, 4 നിമിത്തം സഹിച്ചുകൂടാ. എന്തുവൊക്കെയാണ് നിങ്ങൾ പറയുക? ഏതായാലും നിങ്ങളും കുറെ നാളായിട്ട് ഈ പെന്തിക്കോസിലാണല്ലോ. എന്നെ എല്ലാവർക്കും ഒരു മടുപ്പ് പോലെ. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം സഹിച്ചും കൂടാ. ഇങ്ങനെ വായിക്കുന്നത്, ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തം, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തം. അടുത്ത പദമാ ഇവളോട് ബന്ധപ്പെട്ട്, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും. സദൃശവാക്യം 30-ാം അധ്യായത്തിന്റെ 21 മുതൽ താഴോട്ട് വായിക്കാം. 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അതിനെ സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും. വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും. പിന്നെ ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ഈ 4 കേസ് വളരെ ശ്രദ്ധിക്കണം. 4 കേസ് വലിയ അപായമായത്. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം. യാതൊരു വിവരവും ബോധവും ഇല്ലാത്തവനെ പിടിച്ച് ഭരിക്കാൻ ഏൽപ്പിച്ചാലോ? ഇതുള്ളതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതാ അങ്ങ് മാറ്റി. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? മനസ്സിലായോ? സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വരുമ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം. അയ്യോ, വലിയ ദുരിതമാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തം. ഭോഷന് നമ്മൾ ആഹാരം കൊടുത്ത് ശരി ഏറെ കൊടുത്താൽ അവൻ ബാക്കി വരുന്നതുകൊണ്ട് നമ്മുടെ മോന്തയ്ക്ക് എറിയും. അപ്പൊ അവനെ കണ്ടേച്ച് അവന് ആവശ്യമുള്ളത് മാത്രം അവന് കൂടുതൽ കൊടുത്ത് അവനത് ബാക്കി വരുന്നിടത്ത് നമ്മുടെ ഇത്രയോ എന്തിനാടാ തന്നെന്ന് ചോദിച്ചാൽ നമ്മക്കിട്ട് ഒരു തർക്കവും ഇല്ല.
അപ്പൊ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും പോഷൻ നിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും. അടുത്തത് വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ ലക്ഷണം കെട്ടവർക്ക് ഒരു കല്യാണം നടന്നേ. 50 ചെറുക്കന്മാര് വന്ന് കണ്ടതാ. അവർക്ക് ആർക്കും ഇവളെ ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ഒരു പാവം പിടിച്ചവൻ വന്ന് അവളെ കെട്ടി. അവള് കെട്ടിക്കൊണ്ട് വന്ന അവൾ ആ കുടുംബം കലക്കും. ആദ്യം അമ്മായിമ്മയുടെ തലയ്ക്ക് വിറക് മുട്ടിന് അടിച്ചു 8 സ്റ്റിച്ച്. ലക്ഷണം കെട്ടവളെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. മൂത്ത പങ്കിട്ട് വാക്കത്തി എടുത്തൊരു വിട്ട്. ലക്ഷണം ഇവളെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇവ കല്യാണം നടക്കുകയല്ലായിരുന്നു. സ്വഭാവവും നല്ലതല്ല, കുടുംബവും നല്ലതല്ല, ഒന്നും നല്ലത്. ലക്ഷണം കെട്ടവളാന്ന്. നിങ്ങളല്ലേ എന്നെ നോക്കി. ഞാൻ വിലക്ഷണയുടെ കാര്യം നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ. അങ്ങനെയുള്ളവളെ വീട്ടിൽ കൊണ്ടുവന്ന് അവൾ ആ കുടുംബം കലക്ക് നശിപ്പിച്ച് കളയും. കുടുംബത്തിനകത്ത് ചിദ്രിപ്പുണ്ടാക്കും. സഹോദരങ്ങളെ തമ്മിൽ ചേട്ടനും അനിയനും കൂടെ വളരെ സ്നേഹത്തിൽ പോകുന്നത്. അവസാനം ഇവള് കാരണം ചേട്ടൻ അനിയനിട്ട് ഒറ്റയടി. കണ്ടോ ലക്ഷണക്കെട്ടവള് വീട്ടിൽ വന്നതിൻ്റെ ഗ്രേപ്പ് കണ്ടോ? വിലക്ഷണയ്ക്ക് കല്യാണം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞാൽ അവളുടെ വലിയ ബുദ്ധിമുട്ടാണ്. താഴത്തെ വാക്യത്തിലാണ് ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ. അതാ ഇവിടെ സംഭവിച്ചത്. ഇവള് മിസ്രൈമി ദാസിയ. പക്ഷെ ഇപ്പോൾ ഇവള് യജമാനത്തിയുടെ പദവിയിൽ തിഭാരിയായി. അബ്രഹാമിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം കണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമുക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ സമീപനം കൊണ്ടോ ഭൗതിക വിഷയങ്ങൾ നിമിത്തമോ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവർക്ക് ഗുണം ചെയ്യാനൊത്തില്ലെങ്കിലും അവർക്ക് ദോഷം ചെയ്യരുത്. നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് അവർക്ക് തിരിച്ച് പ്രത്യുപകാരം ചെയ്യാനൊന്നും ഒക്കത്തില്ല, എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല. പക്ഷെ ദോഷം അത് ഞങ്ങളുടെ CV ഓണച്ചായം പറയും, കാട് വെട്ടുന്നവൻ്റെ കൈ വെട്ടിയെന്ന്. കാട് വെട്ടുന്നവൻ്റെ അവൻ കാട് വെട്ടി തെളിച്ചില്ല, അവൻ്റെ കൈ വെട്ടി. അങ്ങനൊരു സംഭവമാണെന്നാ പറയുന്നത്. ഈ വയനാടൻ ചുരം ഒരാൾ കാണിച്ചു കൊടുത്തതാ. ആദിവാസി മൂപ്പൻ കാണിച്ചു കൊടുത്തത്, സായിപ്പിന് കാണിച്ചെങ്ങാണ്ട് കൊടുത്തതാ. മേളിൽ ചെന്നപ്പോൾ അയാളെ തട്ടി. അങ്ങനുണ്ട്. കാട് വെട്ടുന്നവൻ്റെ കൈ വെട്ടുക. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദിയുള്ളവരായിരിക്കും. ഒന്ന് അന്തി ഉറങ്ങാൻ ആരേലും നിങ്ങൾക്ക് ഇടം തന്നിട്ടുണ്ടെങ്കിൽ നന്ദിയുള്ളവരായിരിക്കും. ചിലപ്പോൾ ഒരു ബ്ലൗസ് പീസ് ആയിരിക്കും നിങ്ങൾക്ക് തന്നത്. ഒത്തിരി ഒന്നും തരാൻ ഒത്തില്ല. ഒരു ബ്ലൗസ് പീസ് 2x2 2x2 എന്നല്ലേ പറഞ്ഞേ? എന്തേലും പറ. പിന്നെ അതിന് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു ബ്ലൗസ് പീസ്. പണ്ടൊക്കെ എൻ്റെ വല്യമ്മച്ചിയൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് 80 സെൻറ്റിമീറ്ററായി. ഇപ്പം പിന്നെ അതുകൊണ്ടൊന്നും തികയത്തില്ല പലർക്കും. മതി, കട്ട് പീസ് എന്നാ പറയുന്നേ ലാസ്റ്റ് വന്നത്. അതാ നിങ്ങൾക്ക് ഒരിക്കലും ഒരാൾ തന്നത്. നന്ദിയുള്ളവരായിരിക്കണം. ഇവള് ദാസിയായിട്ട് കിടന്നതാ. യജമാനത്തിയുടെ സ്ഥാനം കൊടുത്ത് ബഹുമാനം വേണ്ടേ, നന്ദി വേണ്ടേ? ഇവള് കൊമ്പ് കുറക്കാന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം. ഞാൻ വീണ്ടും വീണ്ടും എന്നെ കേൾക്കുന്നവരോടും ഇവിടെ ഉള്ളവരോടും പറയാം, നമ്മുടെ ജീവിതത്തിൽ നന്ദി വേണം. മനുഷ്യനോട് നന്ദി വേണം, സമൂഹത്തോട് നന്ദി വേണം, നമ്മൾ പാർക്കുന്ന ഈ രാജ്യത്തോട് നന്ദി വേണം, ചുറ്റുപാടുകളോട് നന്ദി വേണം, സഭയോട് നന്ദി വേണം, ദൈവമക്കളോട് നന്ദി വേണം. എല്ലാറ്റിലുപരി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. സ്തോത്രം, സ്തോത്രം. നന്ദി വേണം. അങ്ങനെ പുസ്തകത്തിലെ വാക്യം നന്ദിയുള്ളവരായിരിപ്പീൻ.
നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നായി നിറയുന്നു സന്നാഗമോട് സ്തുതി പാടിയിടുന്നു ദേവാസന്നാഗമോട് സ്തുതി പാടിയിടുന്നു. ഓ നന്ദി കൊണ്ടെൻ്റെ ഉള്ളം സന്നാഗമോട് സ്തുതി പാടിയിടുന്നു ദേവാസന്നാഗമോട് സ്തുതി പാടിയിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവമക്കൾ നന്ദിയോടെ ജീവിക്കണം ഈ ഭൂമിയിൽ. സ്തോത്രം. മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം, മക്കളോടും വേണം വേണം, സഹോദരങ്ങളോടൊക്കെ നന്ദി വേണം. എന്നാൽ പലയിടത്തും പലർക്കും പലരോടും പല വിഷയത്തിലും നന്ദിയില്ല. അത് തെറ്റാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്ന ഞങ്ങളും ദൂരത്തിരുന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും ഇവിടെ കൂടപ്പെട്ടവരെല്ലാം നന്ദിയുള്ളവരായി ജീവിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കളും ദൈവദാസന്മാരും ഉണ്ട്, അവരോട് നന്ദി ഉണ്ടായിരിക്കണം. ചിലപ്പോൾ മനുഷ്യന് അപാകതകളും ന്യൂനതകളും ഒക്കെ ഉണ്ടായെന്ന് വരാം, അത് സഹജമല്ലേ. പക്ഷേ അവരുടെ നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള നല്ലൊരു മനസ്സ് നമുക്ക് വേണം. അവിടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഇവര് കൊമ്പ് കൊടുത്ത് അവസാനം ഹാഗർ ഇങ്ങനെ പ്രശ്നമാക്കി. സാറ അബ്രഹാമിനോട് പറഞ്ഞ അവള് നിന്റെ ഇരിക്കുന്ന ഇഷ്ടം പോലെ ചെയ്യാൻ. അപ്പൊ പിന്നെ സാറ കാടിനെ തുടങ്ങി. പെണ്ണുങ്ങളല്ലേ, സ്തോത്രം, സ്വാഭാവികമാണ്. സ്തോത്രം, പ്രശ്നമുണ്ടാകും. രണ്ട് രാഷ്ട്രത്തലവന്മാരെ ഒരു മാസം ഒരു മുറിക്കകത്ത് താമസിപ്പിക്കാം. രണ്ട് സ്ത്രീകളെ ഒരു ദിവസം പോലും ഒരു മുറിക്കകത്ത് താമസിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ചില അനുഭവസ്ഥര് പറയുന്നു. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചുമതലപ്പെട്ടവരെ വേണേൽ ഒരു മാസം ഒരു മുറിക്കകത്ത് താമസിക്കാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയല്ല. പക്ഷേ പോട്ടെ. ഈ കാഠിന്യം രൂക്ഷമായപ്പോൾ ഹാഗാർ ഓടി. പിന്നെ ദൂതൻ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചു പോവും, യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കും, നിന്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടല്ലോ, അവനെ പ്രസവിക്കും, അവൻ ഇശ്മായേൽ എന്ന് ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ആ 16-ാം അധ്യായത്തിൽ ഹാഗാർ അബ്രഹാമിന് ഇശ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. അവനെ പറ്റി ദൂത് പറഞ്ഞ് അവൻ സഹോദരന്മാർക്ക് പകൽ ചിന്തിച്ചില്ല, എതിരെ പാർക്കും, കാട്ടുകഴുതയെ പോലെയുള്ള ആളായിരിക്കും. പിന്നെ വേറൊരു ഭാഗത്ത് അവൻ വാളുകൊണ്ട് ആയുധം ഇവിടെ പരിപാടി മുഴുവൻ ആയുധമാണ്. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, ആയുധം. പ്രത്യേക പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പേരിങ്ങനെ നിങ്ങൾ ശ്രദ്ധില്ലേ? മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് മാറ്റി. അങ്ങനെ 16-ാം അധ്യായത്തിൽ സംഭവം തീർന്നു. 17-ാം അധ്യായത്തിൽ ഏകപക്ഷീയമായ 17-ാം അധ്യായത്തിൽ പരിച്ഛേദന, നിന്റെ സന്തതി എല്ലാം പരിച്ഛേദന കേൾക്കണമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. 18-ാം അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുക അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ. 19-ാം അധ്യായം സോദോം ദഹനമാണ്. 20-ാം അധ്യായം അബീമേലെക്കിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്നു. അബ്രഹാം പ്രവാചകന പ്രാർത്ഥിച്ചു. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
അപ്പൊ ഈ സമയത്തല്ല ഹാഗറും പൈതലും ഉണ്ട് വീട്ടിൽ. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം സാറയിൽ കൂടി നിവർത്തിക്കുക. സ്തോത്രം. നിവർത്തിക്കുക. ആ 21-ാം അധ്യായത്തിന്റെ ആ പ്രാരംഭവാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിച്ചാട്ടെ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്ന പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ നിവർത്തിച്ചു കൊടുത്തു. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് ദൈവം നിവർത്തിക്കുക. എന്തുവാ ദൈവം വാഗ്ദത്തം ചെയ്തത്? ആ 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചേ. ദൈവം ചെയ്ത വാഗ്ദത്തം 17-19. അതിന് ദൈവം അരുളി ചെയ്തത്, അപ്പൊ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത്, അല്ല നിന്റെ ഭാര്യ നിന്റെ ഭാര്യ സാറായി നിനക്കൊരു മകനെ പ്രസവിക്കും. നിന്റെ ഭാര്യ സാറാ നിനക്കൊരു മകനാ വാഗ്ദത്തം. നിന്റെ ഭാര്യ സാറാ നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ അവനായിരിക്കും നിന്റെ സന്തതി. നിന്റെ ഭാര്യ തന്നെ പ്രസവിക്കും നിനക്കൊരു കുഞ്ഞിനെ. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. എത്ര കൃത്യമായിട്ട് ആ വാഗ്ദത്തം കൊടുത്ത് ഇസഹാക്ക് എന്ന് പേരിടണം. പിന്നെ ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. ദൈവത്തിന്റെ മകൻ ഇത് ചഞ്ചലിക്കരുത്. നിനക്ക് സാറയിൽ കൂടി ഒരു സന്തതി ഉണ്ടാകും. ദൈവം വാഗ്ദത്തം പറഞ്ഞു 17-ാം അധ്യായത്തിന്റെ 19. ആ വാഗ്ദത്തം 21-ാം അധ്യായത്തിൽ ദൈവം നിവർത്തിക്കുക. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ആണ്ടൽ നീണ്ടുപോയാലും വാഗ്ദത്തം ദൈവം നിറവേറ്റും. ഇവിടെ ഇങ്ങനെ സ്ഥലം കിട്ടുമെന്നും ഓള് പണിവെന്നും വാഗ്ദത്തം ദൈവം നേരത്തെ തന്നതാ. അത് വെച്ച് പ്രാർത്ഥിച്ചു. സമയമായപ്പം കാര്യം റെഡിയായി. സ്തോത്രം, സ്തോത്രം. ഇപ്പം മൈക്കുള്ള എൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ഒക്കെ ഇതുപോലെ പറയാനുണ്ട്. അയ്യോ, എന്നോടും എൻ്റെ കുടുംബത്തോടും ദൈവം പറഞ്ഞത് ദൈവം നിവർത്തിച്ചു. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തനാണ്. ആണ്ടുകൾ നീണ്ടുപോയാലും മാസങ്ങൾ ഏറിപ്പോയാലും അവൻ പലരും മാറി മാറി വന്നാലും ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റും. പിന്നെ ഒരു കാര്യം, സഹിഷ്ണുതയോടെ ഇരിക്കണം. സഹിഷ്ണുതയോടെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ജോബിന്റെ സഹിഷ്ണുത. സ്തോത്രം. 10 പിള്ളേരും മരിച്ചു, സമ്പത്ത് മുഴുവൻ പോയി. ദൈവത്തെ തള്ളിപ്പറയുമെന്ന് നോക്കി എല്ലാവരും വീഴ്ചിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം അതാ. പുള്ളി സഹിഷ്ണുതയോടിരുന്നു. ഇരുന്നേച്ച് പുള്ളി ഇടയ്ക്ക് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ രോഗം പിടിച്ച് ക്ഷയിച്ചാലും ഞാൻ അവിടുത്തെ ദർശിക്കും. കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ലെന്ന്. വേറൊരു ഭാഗത്ത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദാവീദ് ഒരു ഭാഗത്ത് പറഞ്ഞു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരാൾ ഉഷസ്സിനെ കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. ആമേൻ. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാ. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാ. ഓ യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയമവനിലത്രേ. ആമേൻ. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയമവനിലത്രേ. ഓ അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. ആമേൻ. അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം തന്റെ വാഗ്ദത്തം സാറെ കൂടെ നിവർത്തിക്കുക. നിങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തോട്, തലമുറയോട്, സഭയോട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിഷയത്തിൽ വേണ്ടപ്പെട്ടവരോട് ദൈവം ദൂത് പറഞ്ഞെങ്കിൽ ദൈവം നിറവേറ്റും. പക്ഷെ ദൈവം പറയണം.
ഇതിലേയും പോകുന്നവർ പറഞ്ഞു വെച്ച് ദൈവം പറഞ്ഞെന്നും പറഞ്ഞ് നീ ഡയറി കുറിച്ചിട്ട് കുഞ്ഞ് എന്നോട് പറഞ്ഞു, തോമാച്ചൻ എന്നോട് പറഞ്ഞു, വാഴു തങ്കമ്മ എന്നോട് ഇന്ന കാര്യം പറഞ്ഞു, കാനൻ ലീലാമ്മ പറഞ്ഞു, അതൊക്കെ പറഞ്ഞു കാണും. കൂടുതൽ കുഞ്ചായൻ എന്നോട്, കൊളക്കട കുഞ്ഞമ്മ ഒരിക്കലൊരു കാര്യം എന്നോട് പറഞ്ഞു. അഞ്ചൽ ജോർജ് കുട്ടി, ML ജോർജ് കുട്ടി, മിന്നൽ ജോർജ് കുട്ടിയും എന്നോട് പഴയ ആൾക്കാരാ. മാങ്ങാനം ജോസഫ് അപ്പച്ചൻ എന്നോട്, പിന്നെ ഭാര്യാപുരം എന്നോടൊരു കാര്യം പറഞ്ഞു. പത്തിച്ചിറ യോഹന്നാച്ചൻ പണ്ടെന്നോട്, സ്തോത്രം, പാറക്കുളത്ത് ശ്യാമള ഉണ്ടെന്നോട്. പ്രവാചകമുണ്ട് പാറക്കുളത്ത്, രാജന്റെ ഭാര്യ ശ്യാമള, പാറക്കുളം ചർച്ചക്കോടി കൂടുന്നതാ, പാറക്കുളത്താ വീട്, ശ്യാമള എന്നാ പേര്. സ്തോത്രം. 12-ാം കോടി കുഞ്ഞുഞ്ഞമ്മ, പൊങ്ങന്നാനത്ത് തങ്കമണി, ഇതെല്ലാം ആ ഏരിയയിലെ പ്രവാചകിമാര്. കലയൂര് അന്നമ്മ പ്രവാചകി, നമ്മുടെ മരത്തനാലിൻ്റെ അമ്മ, അവരൊക്കെ നല്ല ശുശ്രൂഷ ചെയ്തവരാ. അവർക്കെതിരല്ല പറഞ്ഞു, ഇവരൊക്കെ നിന്നോട് പറഞ്ഞെന്ന് പറയരുത്, നിന്നോട് ദൈവം പറഞ്ഞ കാര്യം പറയണം. അവര് പലതും പറഞ്ഞു കാണും, അതൊന്നും എൻ്റെ വിഷയമല്ല. അല്ലേ പറയണ, അവരിൽ കൂടി ദൈവം എന്നോട് പറഞ്ഞെന്ന്. സ്തോത്രം. അവര് പറഞ്ഞ പല കാര്യം കാണും. സാരിയുടെ കളർ നോക്കി പ്രവഹിച്ചവരുണ്ട്. ചേടുത്ത് രാവിലെ സാരി എടുത്തോണ്ട് വന്ന, അധികമില്ലാഞ്ഞുകൊണ്ട് അനിയത്തിയായിട്ട് ആ സാരി എടുത്തോണ്ട് വന്നപ്പോൾ സാരി കണ്ടോണ്ട് തൂതും. പിന്നെ പകൽ യോഗത്തിന് വന്ന ഒരാൾ ഒരു പൊതി അവിടെ വെച്ച് പോയി. സന്ധ്യയായപ്പം യോഗം തുടങ്ങിയപ്പോൾ ഒരു പൊതി ഇരിക്കുന്ന എല്ലാവരും നോക്കിയപ്പോൾ പൊതി ആരും തൊടുന്നില്ല. അവൻ പ്രവാചകൻ പറഞ്ഞു ചെയ്ത് വെച്ചേക്കുകയാണ്. എന്തോ ചെയ്യാൻ ചെയ്ത് അവസാനം അതെല്ലാം കൂടെ മൊത്തം എടുത്ത് തീക്കകത്തിട്ട് കത്തിച്ചു. യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന്, ഞാൻ പകരം പലചരക്ക് സാധനം മേടിച്ച ഒരു പൊതി ഇവിടെ വെച്ചിരുന്നു. അത് വലിയ കാര്യമുള്ള കാര്യം. എവിടാ നടന്നതെന്നതിനോട് ഇപ്പൊ ചോദിക്കരുത്. ചിലപ്പോൾ അവർ ഓൺലൈനിൽ കാണും. ദൈവത്തിന്റെ മഹത്വം വലിയ കാര്യമുള്ള കാര്യമാണ്. ചേട്ടനോട് പറയേണ്ട ദൂത് അനിയനോട് പറഞ്ഞ് ദൂതുമാരെ പറഞ്ഞേച്ച് അവസാനം പരിവെക്കണം. അന്നപ്പോൾ രാത്രി ഓട്ടോ പിടിച്ച് വന്ന് പറഞ്ഞ് ഞാൻ തെറ്റിപ്പോയതാന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല, ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല. അതാ ഞാൻ പറഞ്ഞ, അവര് വരും പലത് പറഞ്ഞ് കാണും, അതല്ല വിഷയം. നിന്നോട് ദൈവം എന്തോ പറഞ്ഞു. ദൈവം നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റും. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധവും ഫലിക്കത്തില്ല. നിന്റെ സന്തതിയെ ഉയർത്താമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ ആരെതിരെ വന്നാലും ദേശത്തില്ല. ദേശത്ത് നിന്നെ മാനിക്കാമെന്ന്, നിന്നെ ആദരിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ ഏത് പ്രതികൂല ശക്തികളും ആത്മാക്കളെ തരാമെന്ന് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഏത് വ്യക്തികളെതിരായിട്ട് വന്നാലും ദൈവം അതിനെ ഒതുക്കി ആത്മാക്കളെ തരും. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവാ പറഞ്ഞത്. ആര് ഭരിച്ചാലും കൊള്ളാം, ഏത് ഗവൺമെന്റ് വന്നാലും കൊള്ളാം, ഏത് തന്ത്രങ്ങൾ പറഞ്ഞ സഭാതലത്തിന്റെ നാന്നോ പണിയുമെന്ന് ദൈവം പറഞ്ഞു. പാരാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം പറയുന്ന വാഗ്ദത്തം ദൈവം നിറവേറ്റും. അതാ 21-ാം അധ്യായത്തിൽ പറഞ്ഞത്. ദൈവം പറഞ്ഞ ടൈമായപ്പോൾ വായിച്ച 21 പ്രാരംഭ വാക്യം വായിച്ചേ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്ന പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് ദൈവം നിവർത്തിച്ചു. ദൈവം നിവർത്തിക്കും. ദൈവം പറയുന്നതൊന്നും നിവർത്തിക്കാതിരിക്കത്തില്ല. ദൈവം വിശ്വസ്തന. ദൈവം സാറയിൽ കൂടി നിവർത്തിക്കുക, സാറയ്ക്ക് തലമുറയെ കൊടുക്കുക. വായിച്ചോ. അബ്രാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു ദൈവം അവധി പറഞ്ഞായിരുന്നു. ഈ അവധി വരെ അമ്മാമ്മയ്ക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. അതാ അവധി വരെ കാത്തിരിക്കണം. ഏത് വിഷയത്തിനും ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആമേൻ. നിനക്ക് വീട് തരാൻ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നീ അതിന് മുന്നേ കയറി ലോൺ എടുക്കരുത്.
ചിലപ്പോൾ ഭാര്യയോ ചേട്ടനോ അനിയനോ, പാസ്റ്ററോടല്ല ഞാൻ പറഞ്ഞ പൊതുവെ പറയുക, ചിലപ്പോൾ ഇനിയും പാസ്റ്റർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിടുതലായിക്കോട്ടെ, സ്വോത്രം. ചിലപ്പോൾ ഭാര്യ രാത്രി പറയാം, അച്ഛാനെ നമ്മൾ ഓള് വെച്ച് കാര്യം വെച്ച് വീട് വെച്ചിട്ടില്ല, ഇപ്പോഴും നമ്മൾ വാടകയ്ക്ക് 11 വർഷമായിട്ടൊരു വീട്ടിൽ കിടക്കുക, ഒരു കാര്യം ചെയ്യും, ഇപ്പം പോയി അതൊക്കെ ഒരു ധാരണ, നമുക്കൊരു ലോൺ എടുക്കരുത്. പാവം പോയെന്ന് വന്ന് കാപ്പി ഇടാനെങ്ങാണ്ട് പോയതാണ്, എടുക്കരുത്. ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഇത് ലോൺ എടുക്കാൻ പറഞ്ഞ അവസാനം സഹായം മുടക്കി വെച്ചാൽ, അല്ലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പാസ് ലോണിന്റെ കാര്യത്തിന് യോഗം മുടക്കി വെച്ചു. അവിടെ ചെന്ന മാനേജർ പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ച വരാൻ. അപ്പൊ 2 ആഴ്ചയായി.